ഹോമോ ഹൈഡൽബർഗൻസിസിൽ നിന്നാണ് ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യകുലം രൂപം കൊള്ളുന്നത്. അവ പ്രധാനമായും 2 ജീവിവർഗങ്ങളായി പരിണമിച്ചു. ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസും ഇന്നത്തെ മനുഷ്യരായ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസും. നാം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യന്റെ പൂർവികരിൽ ആധുനിക മനുഷ്യനുമായി ഏറ്റവും അധികം സാമ്യതയുള്ള മനുഷ്യവർഗമായിരുന്നു ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസ്. ഇന്നത്തെ മനുഷ്യന്റെ തലച്ചോറിന്റെ കപ്പാസിറ്റി 1350 cc ആണ്. എന്നാൽ നിയാൻഡർതാലുകൾക്ക് 1500 cc കപ്പാസിറ്റിയുള്ള തലച്ചോറുണ്ടായിരുന്നു. അതായത് മനുഷ്യ പരിണാമ ചരിത്രം എടുത്താൽ ഏറ്റവും വികസിതമായ തലച്ചോറുണ്ടായിരുന്നത് നിയാൻഡർതാലുകൾക്കായിരുന്നു. ഇവ 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്നതായി ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ആധുനിക മനുഷ്യർ 2 ലക്ഷം വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമ്മോടൊപ്പം നിയാൻഡർതാലുകളും വർഷങ്ങളോളം ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു. മാത്രമല്ല ആധുനിക മനുഷ്യരും നിയാൻഡർതാലുകളും ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായതിന്റെ തെളിവുകൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രധാനമായും കിഴക്കൻ ഏഷ്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ DNA-യിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതാണ്.